ഹലോ ഗൈസ്, അപ്പം നമ്മളിതേ ഇന്ന് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രെയിനിൽ കയറി ഒരു സ്ഥലം വരെ പോവാണ്. എവിടെയാണെന്ന് ഞാൻ വഴിയെ പറയാം. ഇത്രയും ആൾക്കാർ മാത്രമല്ല കേട്ടോ, ഇനിയും ഉണ്ട് ആൾക്കാർ. അതിലിതേ അടുത്ത ആളെ ട്രെയിനിൽ നിന്ന് കിട്ടി. അങ്ങനെ ദേ അമ്പലപ്പുഴ എത്താറായപ്പോഴേക്കും ഈ ഇരിക്കുന്ന ഒരുത്തിന് ഫ്രൂട്ടി കുടിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ട്രെയിനിൽ നിന്ന് ഒരു ഫ്രൂട്ടി വാങ്ങി. ആദ്യത്തെ പണി നമുക്ക് അവിടുന്ന് തുടങ്ങി. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം, കാരണം അത് കുറച്ച് പറയാനുണ്ട്. അങ്ങനെ ഈ ഒരു അനുഭവം മറക്കാനുള്ള കാത്തിരിപ്പാണ് ദേ ഈ നിൽക്കുന്നത്. എന്റെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? അപ്പോഴേ മനസ്സിലായിക്കോട്ടെ ഫുഡിനുള്ള കാത്തിരിപ്പ്. സ്വിഗ്ഗി വഴി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. അത് നമുക്ക് ട്രെയിനിൽ കൊണ്ട് തരികയും ചെയ്തു. ആൻഡ് ഇത് നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. റെയിൽവേ ഫുഡിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു വന്ന് കുറച്ചധികം സ്പെഷ്യൽ ആയിരിക്കും അല്ലേ? കാരണം സമയം പോണത് അറിയത്തേ ഇല്ല. എത്ര ദൂരം ഉണ്ടെങ്കിലും ഇതേ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് കാര്യം പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ദൂരം നമുക്കൊരു പ്രശ്നമല്ല. ഇന്നത്തെ ഞങ്ങളുടെ ഈ യാത്ര ഗുരുവായൂർക്കാണ്. തൃശ്ശൂർ ഇറങ്ങി പോകാനാണ് പ്ലാൻ. അങ്ങനെ നമ്മളിതേ തൃശ്ശൂർ എത്താറായപ്പം ഡോറിനടുത്ത് വന്ന് എല്ലാവരും സെറ്റായി. ഒരാളപ്പുറത്ത് കാഴ്ചയെ കണ്ട് നിൽപ്പുണ്ട്. അങ്ങനെ തൃശ്ശൂർ എത്തി നമ്മളിതാ ഒരു ബസ്സിൽ കയറി നേരെ ഗുരുവായൂരെത്തി. ഈ അമ്പലവും ചുറ്റുപാടും എല്ലാം നടന്നിങ്ങനെ കാഴ്ചകൾ കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. ഈ സ്ഥലം നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്ന പോലാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെ പാതിരാത്രി ആയപ്പോൾ ഒരു ചായ കുടിക്കാൻ ഇറങ്ങി. അതൊരു മസ്റ്റ് ഐറ്റം ആണല്ലോ. കുറച്ചധികം ആൾക്കാർ നിങ്ങൾക്ക് ഇവിടെ കാണാം. പലരും പല സമയത്തായി വന്നെത്തിയതാണ്. ദേ കണ്ടില്ലേ, പഞ്ചാബി ഹൗസ് 3 പേര് നടന്നു പോലെ 3 പോണത്. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂം എത്തി. ആൻഡ് പിറ്റേന്ന് എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ഈ വിസിറ്റ് ഒരു കല്യാണത്തിന് വേണ്ടിയാണ്. മറ്റാരുടെയും അല്ല, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് തന്നെ. ഞങ്ങളുടെ കൂടെ ക്ലാസ്സിൽ പഠിച്ചവരാണ്. അങ്ങനെ രാവിലെ എണീച്ച് ഒരു ചായയൊക്കെ കുടിച്ച് നേരെ അമ്പലത്തിലോട്ട് വിട്ടു. രാവിലെ 6 മണിക്കായിരുന്നു കല്യാണം. ചില സമയങ്ങളിൽ ഇവിടെ അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. അങ്ങനെ ഈ നിൽക്കുന്നതാണ് നമ്മുടെ ചെറുക്കനും പെണ്ണും, അതുൽ ആൻഡ് ആതിര. ഞാനും ശ്രീയും ഈ കല്യാണത്തിൽ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അതിൽ എന്റെ നല്ലൊരു ഫ്രണ്ടും ആതിര ശ്രീയുടെ വളരെ ഒരു ക്ലോസ് ബെസ്റ്റ് ഫ്രണ്ടാണ്. ആൻഡ് കല്യാണ ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായിട്ട് അവിടെ വെച്ച് നടന്നു. ചടങ്ങുകൾ ഇവിടെ വെച്ച് തീർന്നില്ല. ആൻഡ് ഇവിടുത്തെ പതിവ് ഫോട്ടോഷൂട്ടും കല്യാണ ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ് അടുത്തൊരു ഹോട്ടലിൽ വെച്ച് കുറച്ച് പരിപാടി കൂടി ഉണ്ടായിരുന്നു. ദേ കണ്ടില്ലേ. ആൻഡ് ദിസ് ഇസ് എ സക്സസ് ഓഫ് ദ ലവ് സ്റ്റോറി. രണ്ടാരുടെയും വീട്ടുകാരുടെ സമ്മതത്തോടെ ഒരുപാട് സന്തോഷത്തോടെയാണ് അവർ കല്യാണം കഴിച്ചത്. അപ്പതേ നമ്മളും ഹാപ്പി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സദ്യയും കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ആൻഡ് ഇന്ന് എനിക്കും ശ്രീക്കും ഒരു സ്പെഷ്യൽ മൊമെന്റ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണേ.